കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാത്ത 20-കാരിയെ കണ്ടെത്തി. തൃശൂർ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നാണ് ഐശ്വര്യയെ കണ്ടെത്തിയത്. ചാലക്കുടി പോലീസിനൊപ്പമാണ് ഇപ്പോൾ ഐശ്വര്യ ഉള്ളത്. അരുൺ രാജ് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന പുതിയ വിവരങ്ങൾ, അരുൺ? പ്രാഥമികമായി പോലീസിനോട് ഇപ്പോൾ ഐശ്വര്യ പറഞ്ഞിരിക്കുന്നത് തന്റെ ഇഷ്ടപ്രകാരം താൻ ഇവിടേക്ക് വന്നു എന്നുള്ളതാണ്. തനിക്ക് ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ പോലീസിന് മുമ്പാകെ ബോധ്യപ്പെടുത്താനുണ്ട് എന്ന കാര്യം കൂടി ഐശ്വര്യ പോലീസിന് മുമ്പാകെ മൊഴിയായി നൽകിയിട്ടുണ്ട്. കാരണം വീട് വിട്ട് ഇറങ്ങാനിടയായ സാഹചര്യം അത് തന്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ്. വീടുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, തനിക്ക് മാനസികമായി ആത്മീയതയിലേക്ക് തിരിയണം എന്നുള്ള കാര്യം താൻ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. ഇത് വീട്ടുകാരുമായി താൻ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് വീട്ടുകാർ വലിയ എതിർപ്പാണ് ഇക്കാര്യത്തിൽ അറിയിച്ചത്. ഇതേ തുടർന്നാണ് സ്വന്തം ഇഷ്ടപ്രകാരം താൻ ഇവിടേക്ക് യാത്ര തിരിച്ച് എത്തിയത് എന്നുള്ളതാണ് ഐശ്വര്യ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരു മിസ്സിംഗ് പരാതിയാണ്. ആ മിസ്സിംഗ് പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊല്ലം കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലായതിനാൽ ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ പരാതിക്കാരിയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഐശ്വര്യയെ കരുനാഗപ്പള്ളിയിൽ എത്തിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എന്തായാലും പോലീസ് കരുനാഗപ്പള്ളിയിലേക്ക് ഐശ്വര്യയെ കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഐശ്വര്യയുടെ അച്ഛനും അമ്മയും മറ്റൊരു സഹോദരിയും കൂടി ഇപ്പോൾ ഇവിടെ നിന്ന് ചാലക്കുടി തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഐശ്വര്യയെ കൂടുതൽ കൺവിൻസ് ചെയ്യുക, ഐശ്വര്യയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വീട്ടുകാരുടെ കൂടി ദൗത്യം. എന്തായാലും ഐശ്വര്യയുടെ നിലപാട്, ഐശ്വര്യയുടെ അഭിപ്രായം അത് ഏറ്റവും പ്രധാനമാണ്. കാരണം 20 വയസ്സുള്ള ഒരു വ്യക്തിയാണ്.